ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂലൈ 30 വ്യാഴാഴ്ച തിരളതി വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഹോളിവുഡ് സിനിമയാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. ചിത്രം കേരളം ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ വമ്പൻ തരംഗമായി മുന്നേറുകയാണ്. സിനിമ ആദ്യ ദിവസം കേരളത്തിൽ പ്രീസെയിലായി കളക്ട് ചെയ്യുന്നത് 4 കോടി 6 ലക്ഷം രൂപയായിരുന്നു. ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമയുടെ കേരള പ്രീസെയിൽ 2 കോടി 48 ലക്ഷം രൂപയുമായിരുന്നു. എന്നാൽ ഇന്ന് മൂന്നാം ദിവസമായ ശനിയാഴ്ച ഈ സിനിമയുടെ കേരള പ്രീസെയിൽ 3 കോടി 49 ലക്ഷം രൂപയാണ്. അതേസമയം തമിഴ്നാട്ടിൽ ആദ്യ ദിവസം പ്രീസെയിലായി നേടിയെടുത്തത് 5 കോടി 10 ലക്ഷം രൂപയായിരുന്നു. ഇന്നലെ തമിഴ്നാട് പ്രീസെയിൽ 3 കോടി 62 ലക്ഷം രൂപയാണ്. എന്നാൽ ഇന്ന് തമിഴ്നാട് പ്രീസെയിൽ 5 കോടി 38 ലക്ഷം രൂപയാണ്. ജനനായകൻ എന്ന വിജയ് സിനിമ തമിഴ്നാട്ടിൽ മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ ജനനായകനെ മറികടന്നുള്ള ഒരു അഡ്വാൻസ് ബുക്കിംഗാണ് തമിഴ്നാട്ടിൽ ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കേരളത്തിൽ രണ്ടാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കളക്ട് ചെയ്തത് 4 കോടി 33 ലക്ഷം രൂപയായിരുന്നു. 2 ദിവസം കൊണ്ട് 10 കോടി 25 ലക്ഷം രൂപയാണ് സിനിമയുടെ കേരള കളക്ഷൻ. ഇതിൽ 10 കോടി 10 ലക്ഷം രൂപ ഇംഗ്ലീഷിൽ നിന്നും 15 ലക്ഷം രൂപ മലയാളം പതിപ്പിൽ നിന്നുമാണ്. 2 ദിവസത്തെ കേരള ഷെയറായി സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് 4 കോടി 56 ലക്ഷം രൂപയുമാണ്. ഇന്ത്യയിൽ ഏറ്റവും മികച്ച കളക്ഷൻ സിനിമ നേടിയെടുത്തിരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. 24 കോടി 70 ലക്ഷം രൂപയാണ് 2 ദിവസം കൊണ്ട് സ്വന്തമാക്കിയത്. ദില്ലിയിൽ 18 കോടി 45 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ കർണാടകയിൽ 15 കോടി 79, തെലങ്കാനയിൽ 10 കോടി 20, ആന്ധ്രാപ്രദേശിൽ 5 കോടി 87, തമിഴ്നാട്ടിൽ 11 കോടി 70 എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസായി 3D എക്സ്പെൻസ് ഉൾപ്പെടെ 2 ദിവസം കൊണ്ട് 147 കോടി 32 ലക്ഷം രൂപയും 3D എക്സ്പെൻസ് ഒഴിവാക്കിയുള്ള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 131 കോടി 51 ലക്ഷം രൂപയുമാണ്. ഇന്ത്യയിൽ നിന്ന് 2 ദിവസം കൊണ്ട് ഷെയറായി സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് 60 കോടി 3 ലക്ഷം രൂപയുമാണ്. $225 മില്യൺ ബഡ്ജറ്റുള്ള ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി 2 ദിവസം കൊണ്ട് $73 മില്യൺ നേടിയെടുത്തിരിക്കുന്നത്. ഇനി ജനനായകന്റെ 9ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയിലെ തമിഴ്നാട് കളക്ഷനിലേക്ക് വന്നാൽ ഇന്നലെ കളക്ട് ചെയ്തത് 3 കോടി 80 ലക്ഷം രൂപയാണ്. കർണാടകയിൽ 30 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ കേരളത്തിൽ 25 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 45 ലക്ഷം ഉൾപ്പെടെ ഇന്ത്യൻ ഗ്രോസായി ഇന്നലെ കളക്ട് ചെയ്തത് 4 കോടി 80 ലക്ഷം രൂപയായിരുന്നു. തമിഴ്നാട്ടിൽ 9 ദിവസം കൊണ്ട് 118 കോടി 25 ലക്ഷം രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. കർണാടകയിൽ 28 കോടി 90 ലക്ഷം രൂപയിലും എത്തിച്ചേർന്നിട്ടുണ്ട്. കേരളത്തിൽ 15 കോടി 45 ലക്ഷം രൂപയാണ് ഈ സിനിമ 9 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് 198 കോടി റേഞ്ചിലാണ്. വേൾഡ് വൈഡ് ഗ്രോസ് 279 കോടി റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. അതേസമയം ദി ഒഡീസി എന്ന ഹോളിവുഡ് സിനിമ മൂന്നാമത്തെ ശനിയാഴ്ച കൂടിയായ 16ാം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ചിത്രം 15ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 33 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 15 ദിവസം കൊണ്ട് 11 കോടി 12 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. മഹാരാഷ്ട്രയിൽ 38 കോടി 48 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ദില്ലിയിൽ 27 കോടി 46 ലക്ഷം രൂപയും കർണാടകയിൽ 32 കോടി 14 ലക്ഷം രൂപയുമാണ് സ്വന്തമാക്കിയത്. തെലങ്കാനയിൽ 15 കോടി 74, ആന്ധ്രയിൽ 5 കോടി 98, തമിഴ്നാട്ടിൽ 13 കോടി 25 എന്നിങ്ങനെ 181 കോടി 62 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസ്. സിനിമയ്ക്ക് ഷെയറായി കിട്ടിയിരിക്കുന്നത് $19 മില്യൺ, അതായത് 79 കോടി 36 ലക്ഷം രൂപ. $250 മില്യൺ ബഡ്ജറ്റുള്ള ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി $707 മില്യൺ കളക്ട് ചെയ്തിട്ടുണ്ട്. കുഞ്ചാക്കോ നായകനായി പ്രശസ്ത എഡിറ്റർ കിരൺദാസ് സംവിധാനം ചെയ്ത് ഇന്നലെ ജൂലൈ 31 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത് മിക്സഡ് ഓപ്പറായി നേടുന്ന മലയാള സിനിമയാണ് ഉന്മാദം. ചിത്രത്തിന്റെ കഥ, തിരക്കഥ, സംഭാഷണം ഒരുക്കിയത് ഷാഹി കബീറാണ്. ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിശാഖ് നായർ, സാബുമോൻ, അരുൺ ചെറുകയിൽ എന്നിങ്ങനെയായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള ഓപ്പണിംഗുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ 85 ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 1.5 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ജൂലൈ 30 വ്യാഴാഴ്ച തിരഞ്ഞെടുത്ത മലയാള സിനിമയാണ് പ്ലൂട്ടോ. ആദിത്യൻ ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ നീരജ് മാധവ്, അൽതാഫ് സലീം, അജു വർഗീസ്, ആർഷ ചാന്ദിനി ബൈജു എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ രണ്ടാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 18 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 40 ലക്ഷം രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 55 ലക്ഷം റേഞ്ചിലുമാണ്. ജോജു ജോർജ് നായകനായി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് ജൂലൈ 16 തിരഞ്ഞെടുത്ത മലയാള സിനിമയാണ് വരവ്. ഈ സിനിമ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 1,20,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമ വ്യാഴാഴ്ച വരെയുള്ള 15 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 6 കോടി 2 ലക്ഷം രൂപയാണ്. ഇന്ത്യൻ ഗ്രോസായി 6 കോടി 29 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. വിദേശത്ത് 2 കോടി 9 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി 8 കോടി 40 ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. ഈ ആഴ്ച തിയേറ്ററിലെത്തിയ പുതിയ സിനിമകൾ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.